KGF-ന്റെ അച്ഛനായിട്ട് വരും ഇത്. ഡബിങ് എന്ന് പറഞ്ഞാൽ ഡബിങ് ചെയ്തവനെ കുനിച്ച് നിർത്തി ഇടി കൊടുക്കണം. 360 ഡിഗ്രിയിൽ വട്ടത്തിലും ഇതുവരെ കണ്ടിടത്തോളം വലിയ ഗുണമൊന്നുമില്ല. മേ ബി എനിക്കൊന്നും ഈ മറ്റേ ഡബ്ഡ് ആയതുകൊണ്ടായിരിക്കും, മലയാളം ഡബ് ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ മലങ്കട്ടിലോട്ടാണ് പോകണം എന്നുള്ളതാണ് തന്നെ തോന്നുന്നത്. എന്ത് പറ്റിയടാ? റോക്കി ബൈയുടെ ഹാങ് ഓവർ ഒന്നും പുള്ളി വന്നില്ല. ഒരു ഇടയ്ക്കൊരു സീനിൽ തിയേറ്റർ സൈലന്റ് ആയി അവനെ വിളിച്ച് റോക്കി ബൈ എന്ന് വിളിച്ച്, കാരണം വെച്ചാൽ ആ ഒരു രീതിയിലൊക്കെ തോന്നിപ്പോകും. എന്ന് വെച്ചാൽ പുള്ളിയുടെ ഡയലോഗ് എല്ലാം ഇപ്പോഴും ആ റോക്കി ബൈ എങ്ങനെയാണ്, ഇത് മറ്റേ റോക്കി ബൈ ഫസ്റ്റ് സെക്കൻഡ് ഇടയ്ക്ക് ഒരു പടം വന്ന് എങ്ങനെ ഇരിക്കും, അതുപോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. ഒരു വലിയ ഗുണം തോന്നിയിട്ടില്ല. എനിക്കൊരു വിഷമമില്ല. മലയാളം ഡബ്ബായോണ്ടാണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഒരു ഇത് കോമഡി തന്നെ, ഡബ്ബാണ് കോമഡി. സത്യം പറഞ്ഞ ഈ ചിരി എന്ന് വെച്ചാൽ മുട്ടൻ ചിരിയാണ്. 1.25 മണിക്കൂർ ഇന്റർവെല്ലുണ്ട്. 1.25 മണിക്കൂറിൽ ഒരു പ്രാവശ്യം പോലും തിയേറ്ററിൽ കൈയടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഒരുപാട് ആക്ഷൻ സീൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു തരി കൂടെ ഹൈ മൊമെന്റ്സ് തന്നിട്ടില്ല. സന്തോഷായി, നല്ല സന്തോഷമായി. സിനിമ മെയിൻ രാജീവ് രവിയാണ് സിനിമ പിടിച്ചു നിർത്തുന്നത്. രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രാഫി അത് മാറ്റി നിർത്തിയ ഒരു കാട്ടവരാണ്. യഷിന് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ ഒരു സിനിമ ചൂസ് ചെയ്യാൻ. മെയിൻ ഇതിലെ ഡയലോഗ്സ് വന്നിട്ട് സന്തോഷ് പണ്ഡിത്തിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തീപ്പെട്ടി ഉരച്ച തീ കിട്ടും, തീ ഉരച്ച തീപ്പെട്ടി കിട്ടും. ആ സെറ്റപ്പാണ് ഡയലോഗ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഡബിങ് എന്ന് പറഞ്ഞാൽ ഡബിങ് ചെയ്തവനെ കുനിച്ച് നിർത്തി ഇടി കൊടുക്കണം. ഇനി ഇപ്പൊ നമ്മൾ ഇത് കമന്റ് പറയുമ്പോൾ താഴെ ഒരുപാട് കമന്റ് വരും. കുറെ കാബറക്കികളുണ്ട്. ഉമാര് സിനിമയും കാണൂല, ഇരുന്ന് കമന്റ് അടിച്ചുകൊണ്ടിരിക്കും. സിനിമ കണ്ടിട്ട് കമന്റ് ഇടാം. വാഷ് ഔട്ട് ആവാൻ 100% ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.